പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. ചാലിയാർ മതിൽമൂല നഗറിനെ പ്രളയം എടുത്തിട്ട് 6 വർഷം. ഇനിയും പുനരധിവാസം പൂർത്തിയായില്ല. 18ഓളം വീടുകളുടെ നിർമ്മാണമാണ് പാതി വഴിയിൽ നിലച്ചിട്ടുള്ളത്. കടങ്ങാത്ത ഓലൊക്കെ വെച്ചിങ്ങാണ്ട് പായി കെട്ടിങ്ങാണ്ട് അതില് നിലത്തിങ്ങനെ അടുപ്പുണ്ടാക്കി പച്ച മണ്ണിൽ അവിടെ പോയി കാണുന്നെ വേണം വെക്കാൻ. അത് ഉറവ് വന്നിട്ടുണ്ടെത്താ ഈ കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളായിട്ട് പോയിങ്ങാണ്ട് അതിൽ ഇതിൽ ചോർന്നിട്ട് ഇതൊക്കെ ചോർന്നതാ നിൽക്കാൻ വെച്ചായിട്ട് പെര നന്നായിട്ട് എന്നിട്ടാണ് പോവുക. ഒന്നും വേണ്ട, ആ മണ്ണ് ചാടുന്നതും ആ അടിയൊന്ന് ഇതായി കിട്ടണേ. എന്നാൽ പിന്നെ അതിൽ കടക്കാനിരിക്കാം. ഇത് ഈ പൊടി ചാടിയിട്ട് നിർത്താ കുട്ടികളും അതിലെ മഴ വെള്ളം വന്നു പോയതിൽ നല്ലോണം പെരുമായി അതിൽ ഇവിടുന്നാണ് നീങ്ങി ഒക്കെ കൊണ്ടുപോയി. പ്രളയത്തിൽ കുത്തിയൊഴുകിപ്പോയ മതിലുമൂല നഗറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 42 കുടുംബങ്ങൾക്കാണ് അന്ന് വീടുകൾ നഷ്ടപ്പെട്ട് ഭൂമി നഷ്ടപ്പെട്ടത്. അതിൽ ആദിവാസി കുടുംബങ്ങളും SC കുടുംബങ്ങളും അടക്കം ഉണ്ടായിരുന്നു. ഇവരെ പുനരധിവസിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ട് ഇന്നേക്ക് 8 വർഷം തികയുകയാണ്. എന്നാൽ പല ആളുകളും ഇപ്പോഴും കഴിയുന്നത് ദുരിത ജീവിതത്തിലാണ്. കരാറുകാരെ ഏൽപ്പിച്ച വീടുകൾ പാതി വഴിയിൽ നിർത്തിയതോടെ ഇവർ ഇപ്പോൾ സ്വന്തം സർക്കാർ നൽകിയ സ്ഥലത്തിന്റെ ആധാരം പണയം വെച്ച് ലോൺ എടുത്ത് പലിശ അടച്ചുകൊണ്ടിരിക്കുന്ന ദയനീയ ചിത്രമാണുള്ളത്. പിന്നെ സർക്കാർ തന്ന ആധാരം പണം വെച്ചിട്ടാണ് വീട് പൂർത്തിയാക്കിയത്. 3 ലക്ഷം. പിന്നെ ഞങ്ങൾ ജോലി ചെയ്യണൊക്കെ കൂട്ടുണ്ടായിക്ക് അങ്ങനെ. ചുമരുകൾ തേൽക്കാത്ത, ഉള്ളിലെ പണികൾ തീർക്കാത്ത, ജനലുകൾ വെൽക്കാത്ത നോക്കുകുത്തികളായ വീടുകൾക്കുള്ളിൽ ഇനി എങ്ങനെ താമസിക്കുമെന്ന് ആശങ്കപ്പെടുകയാണ് ഈ കുടുംബം. അധികൃതർ പുനർപദ്ധതി എന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുമുണ്ട്. കണ്ണംകുണ്ടിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയെങ്കിലും കുടിവെള്ളം ലഭ്യമാക്കാത്തതിനാൽ പല ആളുകളും ഇപ്പോഴും കഴിയുന്നത് പൊളിഞ്ഞു വീണ ഈ മതിൽമൂല നഗറിലെ വീടുകളിലാണ്. 42 വീടുകളിലെ 10 കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ കഴിയുന്നു എന്ന ദുരവസ്ഥയാണ്. ആദ്യം താമസിച്ചിരുന്നത്, പിന്നെ അവിടുന്ന് ഇവിടെ എത്തി. വീടിൻ്റെ ഒക്കെ അവസ്ഥ അതാണ്. തേപ്പൊന്നും കഴിഞ്ഞിട്ടുമില്ല. വാതിലും 2 വെച്ചിട്ടുള്ള ജനാലല്ല. അടിയൊന്നും കാണിച്ചു തന്നിട്ടുമില്ല. ഒരു അടുക്കളയും ശരിയാക്കി തന്നിട്ടില്ല. സർക്കാർ അടിയന്തരമായി ഇടപെടണം. പ്രളയബാധിതരെ സഹായിക്കുവാനുള്ള ഉത്തരവാദിത്തം കർമ്മനിരതയോടെ ചെയ്യണം. മതിലുമൂലയിലെ ഉരുൾപൊട്ടലിന് 2024 ഓഗസ്റ്റ് 8 6 വർഷം തികയുമ്പോൾ ഇവരുടെ പുനരുദ്ധാരണം എന്തായി എന്ന് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ചോദിച്ച് മനസ്സിലാക്കി ഇവരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് പറയാറ്. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.